Hey everybody, this is Shweta. My name is Inder and welcome to our channel. It's time for next scene from movie Punman. Let's watch it. Aha, this guy. This Piajesh. കാര്യങ്ങളെങ്ങനെ ഞങ്ങളില്ലേ കുറച്ച് കാശിരിപ്പുണ്ട് അത് ഞങ്ങൾ ജ്വല്ലറി കൊടുക്കണോ പൈസ കൊടുക്കണ്ട നമ്മളിടപാട് ജ്വല്ലറിക്കാരായിട്ടല്ല ജ്വല്ലറി സ്വർണ്ണം ഞാൻ ഈ പി പി അജേഷ് 25 പവൻ അതിന്റെ ഒക്കെ കാശ് കൊടുത്തു. Okay. ഡിപ്പാർട്ട്മെന്റിൽ എത്ര പിള്ളേരുടെ കയ്യിലാണ് നമ്മൾ നടത്തി കൊടുത്തത്. ഈ കല്യാണ തലേന്ന് കൊല്ലത്ത് നടക്കുന്ന പിരിവ് കണക്കുള്ളവരായിട്ട് രണ്ട് പിടിക്ക് പെമ്പിളേരെ കൊണ്ടെടുത്തു. അതാകുമ്പോ പറ്റിപ്പ് നടക്കത്തില്ലല്ലോ. നിന്റെ കല്യാണം ഞാൻ 500 വന്നു കഴിഞ്ഞാൽ എന്റെ കല്യാണം നീ 600 തരണം. അതാണ് മര്യാദ. 500 കൊടുത്തൊരു കളിയില്ല. എന്തായാലും ചേർന്നേ ക്യാഷ് എന്ന് പറയുന്നത് അത്ര മോശം സാധനമാണ്. നമ്മുടെ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത് ക്യാഷ്. മനസ്സിലായോ? ക്യാഷ്. നമ്മുടെ കയ്യിൽ ഒരു 10 കോടി രൂപ നമ്മളോട് വന്നിരിക്കേണ്ട കാര്യമുണ്ട്. ഞാനോട് വന്നിരിക്കേണ്ട കാര്യമുണ്ട്. കയ്യിൽ നല്ല ചോള ഉണ്ടാക്കി ഡെക്കറേഷൻ നല്ല ചെറുക്കനെ എത്തിച്ചു കൊടുക്കാം. 100 രൂപയ്ക്ക് ചാള കിട്ടും. എന്നെ കിട്ടൂടെ? കിട്ടൂല. പെണ്ണിന്റെ ആങ്ങളെ ബ്രൂണോ. ഞങ്ങളെ കല്യാണം വരുമ്പോ അങ്ങനെ തോന്നുന്നു. സ്വന്തം കല്യാണം വരുമ്പോ അതാണ് നാട്ടു നടത്തും. ഞാൻ കേട്ടുന്നില്ല. ചുമ്മാ ഒരു കുഴപ്പമില്ല. വാശി പിടിക്കാതിരുന്ന എങ്ങനെ നോക്കിയാലും ഒരു 10-25 പോയിന്റ് ഒരു പിടിക്കുള്ള കാര്യം പണിയില്ല പാർട്ടിയില്ല. നിങ്ങൾ ഒന്നും ചെയ്യണ്ട. എല്ലാം അജേഷ് നോക്കിക്കോളൂ. നിങ്ങൾ സെലക്ട് ചെയ്ത ഗോൾഡായി ഞാൻ കണ്ടു. എല്ലാം കിട്ടണമെന്നില്ല. പക്ഷെ എനിക്ക് ഒപ്പിക്കാൻ പറ്റുന്ന പെണ്ണിന്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞു. അതങ്ങ് തെക്കുംഭാഗത്ത്. തെക്കുംഭാഗത്ത് കല്യാണത്തിന് തലേന്നാണോ അന്നാണോ വരും? അത് നിങ്ങൾ എന്താന്ന് ചേച്ചി ഞാൻ എപ്പോ പറഞ്ഞു പോകണം അത് പറഞ്ഞു. തലേന്ന് വൈകുന്നേരം ഒരു പിരിവുണ്ട്. ബാക്കിയുള്ള ഒരു പിറ്റേ ദിവസം വരെ കല്യാണത്തിന് വൈകുന്നേരം. അപ്പൊ ഫസ്റ്റ് നൈറ്റ് പെണ്ണിന്റെ വീട്ടിലാണ്. അപ്പൊ കല്യാണത്തിന്റെ തലേന്ന് ഉച്ചയ്ക്ക് ഞാൻ വരണം. പിറ്റേ ദിവസം രാത്രി വരെ അവിടെ നിൽക്കണം. 2 ദിവസത്തെ പണിയാവുന്ന ബാക്കി പറഞ്ഞു. അപ്പൊ കല്യാണ തലേന്ന് ഒരു 3 മണിയാകുമ്പോ ഗോളി ഞാൻ നിങ്ങളെ കൂടെ തരും. പിറ്റേത്തെ പാർട്ടി ഒരു 8-8 ആകുമ്പോ തീർക്കണം. പിന്നെ 2 ദിവസം വെച്ചിട്ട് കാശെല്ലാം കൂടെ കൂട്ടി നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത്രയും സ്വർണ്ണം ഞാൻ കൊണ്ടുപോകും. എഗ്രിമെന്റുണ്ടാവും. ഓക്കെ ആണ്. അതെ പറ്റിക്കെങ്ങാനും ചെയ്യാതല്ലോ. ആകെ കയറ്റി നിൽക്കുവാനും ആശാന് ഇതില് കള്ളത്തരവില്ല. നേരിട്ടുള്ള ഇടപാടാ. 100%. Why I think so? പിന്നെ നിങ്ങൾ എന്നെ നന്നായിട്ടൊന്ന് ട്രീറ്റ് ചെയ്താൽ എൻജോയ്മെന്റ് എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പണിക്കിറങ്ങുന്നത്. അപ്പൊ ഓക്കെ. നമ്മളെ വരുന്നവരുടെ പേരും അഡ്രസ്സും കൃത്യമായി മണി 5 ആ സ്വർണം കൊണ്ടുവരാമെന്ന് പറഞ്ഞ ചെക്ക വരുമോടി. കർത്താവേ, ആൾക്കാര് വന്നു തുടങ്ങി. മോനെ ആ ചെറുക്കനെ കാണുന്നില്ലല്ലോ. അവരുടെ ബീച്ച് കൊടുത്തി. ശരി നടക്കണേ. Will he come? Yeah. He is not at all worried. Okay, finally. ഇറങ്ങാൻ നേരത്ത് ഉരുപ്പടി തൂക്കാനുള്ള ത്രാസ് വേറെ ഒരുത്തും കൊണ്ടുപോയി. അവനെ കാത്തു നിന്ന് വാക്കഴിച്ച് തെറ്റിക്കത്തില്ല. ഞാൻ പറഞ്ഞ സാധനം കിട്ടിയോ? ഇല്ലാതെ നമ്മളായിട്ടുള്ള സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
നല്ല ഉഗ്ര മാറ്റാ. അതൊന്നും ശരിയാവുന്നില്ല. ഹീറോയിന് മതി. അതാകുമ്പോ ഉള്ളിൽ ചില്ലുന്നതിനും കിട്ടുന്ന കുത്തിനൊക്കെ ഒരു കണക്കുണ്ട്. പണത്തോ കിടപാടാ, ബോധം കൃത്യമായിരിക്കണം. ചെല്ലില്ലേ, ക്യൂന്നില്ലേ? മോളെ അടുക്കള അതൊരു എനിക്കറിയാലോ. കൂട്ടി 25 പവൻ. ആ പെണ്ണിനെ ഇങ്ങോട്ട് വിളി. ഇതൊക്കെ നിർത്തി നോക്കണ്ടേ? സ്റ്റെഫി ചേച്ചിയല്ലേ? കല്യാണമായിട്ട് ബെഡ്റൂം അലങ്കരിച്ചിട്ടില്ലല്ലോ. ഇതൊക്കെ തെറ്റേ, ഞാനൊന്ന് കാണാം. പൊന്നു നോക്കിയില്ലേ, എല്ലാരും കൊണ്ടിറങ്ങി ഞാൻ ഇട്ടോളാം. അങ്ങനെ പറഞ്ഞെങ്ങനെ? എഗ്രിമെന്റ് സൈൻ ചെയ്യണ്ടേ? ഇയാളോട് ഒപ്പട്ടെ. ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറഞ്ഞേക്കാം. നാളെ കല്യാണവും കഴിഞ്ഞ് വൈകുന്നേരം ആരെങ്കിലും വരാനുണ്ടെങ്കിൽ അവരെയും കാണിച്ച് ഒരു 8:30 പോട്ടെ, പരമാവധി ഒരു 9 മണിയാകുമ്പോൾ കാശും തിട്ടപ്പെടുത്തി കണക്കും തീർത്ത് എനിക്ക് അങ്ങ് പോകണം. അന്നേരം തെക്കേലെ അക്കം വരാനുണ്ട്, കടലിൽ പോയ അലോഷി വരാനുണ്ടെന്ന് പറഞ്ഞു വന്നേക്കരുത്. പലയിടത്തുള്ള ഏർപ്പാടാ, മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ. ശരി. That's bad. Feel They bad. have no option, Yeah, huh? feel bad for her. Yeah. ചുക്കുണ്ടാകുമ്പില്ലാത്ത പെണ്ണാണ്. ചേട്ടാ അഹങ്കാരം കണ്ടില്ലേ? मस्त है ना पीछे बैठ के. Oh. नहीं but ഇതെങ്ങനെയൊക്കെ നടത്തും. ബാക്കിയത് കാര്യമായിട്ട് നോക്കണ്ട, നമുക്ക് ശരിയാക്കാന്ന്. ധൈര്യമായിട്ട് कोई काम में नहीं आया.
മോളെ ആ ഫിലിപ്പൂസ് വന്നിട്ടില്ല, ഇടശ്ശേരിയിൽ ഫിലോമിന വന്നിട്ടില്ല, ത്രേസ്യ എത്ര പേരെ വിളിച്ചു ആരും വന്നിട്ടില്ല. നാളെ കൂടെ ക്ഷമിക്കാൻ എനിക്കറിയാൻ മേല പള്ളിയിൽ അച്ഛൻ വരാൻ എന്താ. അളിയ നാളെ രാവിലെ കൃത്യം എട്ടിപ്പുറത്തോട്ടം. നമ്മള് പിരിയുന്നതിന് മുമ്പ് ഒരു കൂട്ടായ്മ ആഘോഷമാണ് ലൈഫ്. നാളെ ചട്ടിപ്പുറത്തോടുമ്പോഴേ വീട്ടിൽ ചാവാതെ നോക്കണം കേട്ടോ. നോക്കിക്കോളാം. അത് നീ മേടിക്കണ്ട, ഞാൻ വീഴത്തില്ല, വീണാലോട്ട് ചാകത്തു. എന്തോ ഒരു പടി കൈമറിഞ്ഞു നിൽക്കുക. Oh. ചട്ടിപ്പുറത്തോടാ പകലേ हाँ क्या मजा आता होगा यार knocked out. ഇല്ല, ഞാൻ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. ആ ശരി മുതലേ, ഞാൻ വിളിക്കാം. ആ അമ്മ ഇല്ല, അമ്മ കിടന്നു. വേണ്ട, കഥ അടയ്ക്കണ്ട. ഇല്ല, ഇവിടുന്ന് കഴിച്ചിട്ടേ വരത്തുള്ളൂ. ശരി അമ്മ. ഇച്ചിരി പ്രശ്നമുണ്ട്. എവിടാ പ്രശ്നമില്ലാത്തത്? എത്രത്തോളം പ്രശ്നം? അതാ പ്രശ്നം, അത് പറ. വിചാരിച്ചോലെ പിരിവടന്നു. കുഴപ്പമില്ല, കെട്ട് കഴിഞ്ഞല്ലോ, ബാക്കിയൊക്കെ നിങ്ങളുടെ പ്രശ്നം. കണക്ക് നോക്കണം, എനിക്ക് പോണം. അമ്മയോട് വാ 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 വാ. ആ അമ്മ കിട്ടിയ കാശ് മുഴുവൻ ഇതിലിട്ടു. അമ്മ ഇതൊന്നും ആയില്ലല്ലോ. ആദ്യം വീട്ടിലിരിക്കുന്നതിന്റെ കയ്യിലിരിപ്പ് തന്നവണം, എന്നാലേ കുടുംബം ഗതി പിടിക്കൂ. 13 പവനുള്ള കാശ് ഞാൻ എടുക്കുക, ബാക്കി 12 പവൻ. അതിലെ പണിക്കൂലി കൂടുതലുള്ള വലിയ മാല ഉൾപ്പെടുത്തി. അയ്യോ, അവരത് അറിയത്തില്ലേ? ആഹാ, അതൊന്നും ഞാൻ അറിയേണ്ട കാര്യമില്ല. ഇതൊക്കെ ആദ്യമേ പറഞ്ഞല്ലായിരുന്നു. കണക്ക് തീർത്തിട്ട് എനിക്ക് പോവാണല്ലോ. നിങ്ങൾ ആ പെണ്ണിനെ വിളിക്കുന്നുണ്ടോ ഇല്ലയോ? അയ്യോ മോനെ, എങ്കിൽ പിന്നെ ഞാൻ തന്നെ വിളിക്കാം. അല്ല പിന്നെ എന്തോ ചെയ്യാൻ? ഇതൊരു ശാപം പിടിച്ച സാധനമായി പൊന്നെ. ഇരിക്കുന്നിടത്ത് തലവേദന. ഞാൻ തന്നെ വിളിക്കാം. അമ്മ സ്റ്റെഫീനെ വിളിക്കും. ചെല്ലു അമ്മ, ചെന്ന് വിളിക്കേ. അമ്മ ചെല്ലു.
चले गई ആ സ്വർണം കൊണ്ടുവന്ന പയ്യൻ ഊരി കൊടുക്കണമെന്ന് 12 പവൻ. എന്തോ അറിയാമോ നീ പറഞ്ഞേ ഇനിയുള്ള അത്യാവശ്യം ആളാണ്. ഇയാളൊന്ന് ഉറങ്ങട്ടെ അമ്മ. എവിടെ എന്റെ പൊന്നോട് അത് മോനെ അവനും അവളും കൂടെ മുറി കയറി കഥ കടച്ചിടാ. കഥ കടച്ചെങ്കിൽ മുട്ടി വിളിക്കണം, അതാ വേണ്ടത്. അയ്യോ ഞാനെങ്ങനെ മുട്ടി വിളിക്കുന്നേ? പൊന്ന എവിടെന്നാ ചോദിച്ചത്? എന്റെ അടുത്ത് നമ്പർ ഇറക്കണം. തള്ളേ മതി നിർത്തണം നിന്റെ കോണത്തിലെ കണക്കൊക്കെ ഇറങ്ങണ വിളിക്കും. ഒന്നും മിണ്ടാതിരിക്കണം, അവ കേൾക്കും. നീ ഇപ്പഴൊന്നും സംസാരിച്ചത് ഇപ്പൊ ഞാനായോല്ലേ? നിനക്ക് പൊന്ന് തന്ന ഞാൻ പള്ളി പോയി പറഞ്ഞോ. എടാ മോനെ പതുക്കെ, നീ ഏത് വലിയ കൊണ്ടാണെങ്കിൽ എനിക്ക് എന്റെ പൊന്ന് വേണം. അതുകൊണ്ടാണ് ഞാൻ പറയട്ടെടാ, പറയുന്നൊന്ന് കേക്ക്. അവളെന്താ പറഞ്ഞത്? എടാ മോനെ അവൾ എടുത്ത് തരും. അവൻ ഉറങ്ങുമ്പോ അവൾ എടുത്ത് വെളി വെക്കാന്നാ പറഞ്ഞത്. ഇതിനാണ് ഈ കിടന്ന് ആടിയത്. എടാ മോനെ കണക്ക് നോക്കി ബാക്കിയുള്ളത് മുഴുവൻ നീ കൊണ്ടുപോയിക്കോ. പിന്നെ വരുന്നത് ഞങ്ങൾ ഇവിടെ കിടന്ന് അനുഭവിച്ചോളാം. ഞാൻ ഇപ്പൊ എങ്ങനെ അറിയും ഉറങ്ങിയോ? അന്നേരം അവള് റൂമിൽ ലൈറ്റ് അടയ്ക്കും. അപ്പോ ആരാണ് നേരത്തെ എന്നോട് ആ വാറ്റിന്റെ കാര്യം പറഞ്ഞത്? ഒരു ഗ്ലാസ് കിട്ടും. ഇന്നിനി പൊന്നുമായിട്ട് ഒറ്റയ്ക്ക് സിറ്റിയിലേക്ക് പോയി നടക്കൂല. മുറിയിലെ ജനലോട്ടം കാണുന്നവരടുത്തേക്ക് മാറിയിരിക്കാം. Oh God. This thing. this is gonna be a risky. problem Yeah, now, it yaar. will be a problem. They were able to only manage gold for 13 or 12. Yeah. Man, this is crazy. Now what's gonna happen? I feel bad for the girl. She needs to listen from every side. Because of his issue, the fight and everything with the church, like a lot of people did not turn up. So that kind of fight back from everyone. Absolutely. But it was nice. It was going good, like that. But He's a crazy guy. But stress. It's his job, like it's his work. No. That the beach scenario and all. Like, Chaddi yeah, but yeah, this is his job. But now, how will they she's pay the gonna money? give? Yeah, that How will is they the give thing. the gold? Okay, let's see. So guys, meanwhile, do like, subscribe, Share, comment, click on the bell icon.